ഹായ് ഫ്രണ്ട്സ്, പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നുവെന്ന് കേട്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നത് പലപ്പോഴും ദുരന്തമാകാറാണ് പതിവ്. അതിപ്പോൾ നോട്ട് നിരോധനമാണെങ്കിലും, ലോക്ക്ഡൗൺ കാലത്ത് പാട്ടകൊട്ടലാണെങ്കിലും, എന്താണെങ്കിലും നമ്മുടെ മുന്നനുഭവം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതെന്തെങ്കിലും ഒരു അപകടമാകാറാണ് പതിവ്. ഭാഗ്യവശാൽ ഇത്തവണ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. നമുക്ക് ആശ്വസിക്കാം. രണ്ടു കാര്യങ്ങളാണ് അദ്ദേഹം പ്രധാനമായി ഊന്നി പറഞ്ഞത്. ഒന്ന്, അഗ്നി മിസൈലിന്റെ വിജയകരമായ വിക്ഷേപണം. ഈ അഗ്നി മിസൈൽ ആദ്യമായി വിജയകരമായി വിക്ഷേപിച്ചത് 2012-ലാണ്. അതിൻ്റെ ഡെവലപ്മെന്റ് ഇക്കാര്യത്തിൽ ബി ജെ പി ഗവൺമെന്റിനോ ഒരു പുതുമയും അവകാശപ്പെടാനില്ല. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഇന്ത്യയുടെ വളർച്ച അഭംഗുരം തുടരുന്നു എന്ന് മാത്രം. രണ്ടാമതായി പറഞ്ഞത് CAA, സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് വിജ്ഞാപനം പുറത്തിറക്കി. ഇത് വളരെ ദിവസങ്ങളായി കാത്തിരിക്കുകയായിരുന്നു. ഇതിങ്ങനെ ഉണ്ടാകുമെന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഞാനും ചില വീഡിയോകൾ ചെയ്തു. പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ 1955-ലെ പൗരത്വ നിയമം ഭേദഗതി ചെയ്യപ്പെടുന്നു. ഈ ഭേദഗതി പ്രകാരം ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് 2014 ഡിസംബർ 31-ന് മുൻപ് ഇങ്ങോട്ടേക്ക് കുടിയേറി പാർത്തവർക്ക് പൗരത്വം നൽകുന്നു. തെറ്റൊന്നും പറയാനില്ല. പക്ഷേ അങ്ങനെ വരുന്നവരിൽ മുസ്ലിങ്ങൾക്ക് പൗരത്വം നൽകപ്പെടുന്നില്ല. മുസ്ലിങ്ങൾ മാറ്റി നിർത്തപ്പെടുന്നു. ഇത് മുസ്ലിം വിരുദ്ധമല്ലാതെ പിന്നെ എന്താണ്? പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഗവൺമെന്റിന്റെ ഡിസ്ക്രിപ്ഷനാണ്. അതിൽ കോടതിക്ക് പോലും ഇടപെടാനാവുകയില്ല. പക്ഷേ അക്കാര്യത്തിൽ ഒരു സമുദായത്തെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജനാധിപത്യ മതേതര സ്വഭാവത്തിന് തികച്ചും വിരുദ്ധമാണ്. അവിടെയാണ് പ്രശ്നം. അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുവാനാണെങ്കിൽ പാകിസ്ഥാനും ബംഗ്ലാദേശും മാത്രമാണോ? ഇവിടെ വേറെ ഏതെങ്കിലും രാഷ്ട്രങ്ങളുണ്ട്? ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് ശ്രീലങ്ക. അടുത്ത കാലത്ത് അവിടുത്തെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന 50% മുകളിലായിരുന്നു. ഭക്ഷണ വസ്തുക്കൾ പോലും കിട്ടാനില്ലായിരുന്നു. ആൾക്കാർ പട്ടിണിയിലായിരുന്നു. അവിടുത്തെ എത്രയോ പേരെ ഇങ്ങോട്ടേക്ക് പലായനം ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ വരുന്ന തമിഴന്മാരെല്ലാം എത്രയോ പേരുണ്ട്. ഇങ്ങോട്ടേക്ക് ഒരു തമിഴന്മാർ തിരിച്ചു പോവാറില്ല. ചെറിയൊരു പണിയൊക്കെ ചെയ്ത് അവിടെ കഴിയും. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി പണിയെടുക്കുക ചെയ്യുന്നത്. എന്തേ അവർക്കൊന്നും പൗരത്വം കൊടുക്കുന്നില്ല? ശ്രീലങ്ക മാത്രമാണോ? നേപ്പാളികൾ എത്രയോ പേര് ഇന്ത്യയിൽ താമസിക്കുന്നുണ്ട്. പൗരത്വം ഇല്ല. അവർക്ക് വിസയൊന്നും വേണ്ട, നേരെ ഇന്ത്യയിലേക്ക് പോരാം, ആ പണിയൊക്കെ എടുക്കാൻ തിരിച്ചു പോവുകയും ചെയ്യാം. അവർക്ക് പ്രത്യേക പരിഗണനയുണ്ട്. നേപ്പാള്, ഭൂട്ടാന്, അങ്ങനെ എത്രയോ ചെറിയ രാജ്യങ്ങൾ. ഒന്നും വേണ്ട, ബുദ്ധമത വിശ്വാസികൾ, ആ തായ്വാന്, ടിബറ്റ്, അവിടെ നിന്നൊക്കെ വരുന്ന ബുദ്ധമത വിശ്വാസികൾ എത്രയോ പേര് ഇന്ത്യയിൽ താമസിക്കുന്നുണ്ട്. എന്തേ അവർക്ക് പൗരത്വം കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് ഈ 3 മുസ്ലിം രാജ്യങ്ങൾ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു? അവിടുത്തെ പൗരന്മാരും. അത് ജനാധിപത്യ വിരുദ്ധമാണ്. അതിനേക്കാൾ ഉപരി മതേതര വിരുദ്ധമാണ്. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. ഇപ്പോഴും അതിന് മാറ്റം വന്നിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനിയിപ്പോൾ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം മതം ഒരു മാനദണ്ഡമാക്കുക എന്ന് പറയുന്നത് ഭരണഘടനാ ശില്പികൾ ഉദ്ദേശിച്ച ആ ജനാധിപത്യ മതേതര സ്വഭാവത്തിന് തികച്ചും ഘടകവിരുദ്ധമാണ്. അതിനേക്കാൾ എല്ലാം ഉപരി ഒരു കാരണവശാൽ ധാർമ്മികമായോ ഭരണഘടനാപരമായോ നമുക്കതിനെ അംഗീകരിക്കാനാവുകയില്ല. അതുകൊണ്ടാണ് ഒട്ടുമുക്കാലും എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഇതിനെ ശക്തമായി വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യുന്നത്. അത് കേന്ദ്ര ഗവൺമെന്റിനോട് എന്തെങ്കിലും വിരോധമുള്ളത് കൊണ്ടോ ഒന്നുമല്ല. നമ്മുടെ മനസാക്ഷി അനുസരിച്ച് ധാർമ്മികമായോ ഭരണഘടനാപരമായോ ഈ നിയമത്തെ നമുക്ക് അംഗീകരിക്കാനാവുകയില്ല. പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ് 2019 പാസ്സാക്കി. അതൊക്കെ ശരിയാണ്. പക്ഷെ അവർക്ക് ഭൂരിപക്ഷം ഉള്ളതുകൊണ്ടല്ലേ. BJP നയം അതാണ്, അതുകൊണ്ടാണ്. പക്ഷെ ആ നയം തെറ്റാണ് എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ച് പറയുന്നു. കാരണം മതം ഒന്നിനും മാനദണ്ഡമാവാൻ പാടില്ല. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. ഇനി അങ്ങോട്ട് അത് അങ്ങനെ തന്നെ തുടരുമോ എന്ന കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു.